എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയ ഷാളൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണും പഴയ ഷാളൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ കളയാതെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നല്ല നല്ല ക്രാഫ്റ്റുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ ഷാളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് തീരെ അങ്ങനെ ലെങ്ത് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഷാളായിരുന്നു. പിന്നെ ഞാനിതാ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളർ കമ്പിയാണ് കേട്ടോ. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന കമ്പിയില്ലേ, അതാണ്. ഇത് ഇത്തിരി നൈസായതാണ്, കുറച്ചുകൂടെ കനമുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഈ കമ്പീനെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു കുപ്പിയാണ്. ഏതാ കുപ്പിയായാലും മതി, പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ചില്ലോ ഏതായാലും മതി കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഈ ഒരു കമ്പി ഈ കുപ്പിയുടെ മുകളിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പിരിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് നല്ല റൗണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതുമാത്രമാണ് ഈ കുപ്പി കൊണ്ടുള്ള ഉപയോഗം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, നല്ലൊരു റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള കമ്പിയിൽ നിന്നും ഇങ്ങനെ കുറച്ച് റൗണ്ടുകൾ ഉണ്ടാക്കിയെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഷാളാണ്. അപ്പോൾ ഞാൻ ഷാൾ എടുത്തിട്ട് അതിൻ്റെ ഒരു പീസ്, ഒരു ചതുര കഷ്ണം ഏകദേശം ഒരു അളവ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റൗണ്ടാക്കി വെച്ചിട്ടുള്ള കമ്പിയുടെ പീസില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ഒന്ന് കവർ ചെയ്തെടുക്കുക, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പിടിക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതൊരു നല്ല പെറ്റൽ പോലെ വരും. അപ്പോൾ ഇനി നമുക്ക് ഒരു നൂല് വെച്ചൊന്ന് നന്നായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഒരു അടിപൊളി പെറ്റൽ ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. എത്ര ഫ്ലവർ വേണോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കമ്പി വേണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഗോൾഡൻ കളർ കമ്പിയില്ലേ, അതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള കമ്പിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് സ്റ്റെമ്മിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എത്ര ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കമ്പിയും കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കമ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മുത്താണ്. അപ്പോൾ ഞാൻ ഇത് ക്രിസ്റ്റലിൻ്റെ ഒരു ബീഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മുത്ത് നമുക്കിതാ ഇതുപോലെ ഈ കമ്പിയിൽ കോർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കമ്പിയുടെ തുമ്പത്ത് ലേശം ഗമ്മാക്കി കൊടുക്കുക. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗമ്മാക്കിയത്. അപ്പോൾ അതിങ്ങനെ ആ മുത്ത് ഇങ്ങോട്ട് നമ്മൾ കോർത്തെടുക്കുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഒരു തടസ്സത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് മുത്ത് ഇതാ ഈ ഒരു കമ്പീൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കോർത്തിട്ട് മുകളിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഗ്ലൂ ആക്കിക്കൊണ്ട് തന്നെ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കുറച്ച് മുത്തുകൾ നമുക്ക് ചെയ്തെടുക്കണം. ഇനി ഞാൻ നമ്മുടെ ഷാളിൽ നിന്ന് ചെറിയ എത്ര മുത്താണോ നമ്മൾ എടുത്തത് അത്രയ്ക്കും പീസുകൾ, കുഞ്ഞു കുഞ്ഞു പീസുകൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു മുത്തിൻ്റെ മുകളിൽ കൂടെ ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ടൊരു മാച്ച് വരുമല്ലോ റെഡ് കളർ വരുമ്പോൾ. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് നമുക്ക് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുത്തിനെ ഞാൻ ഇതുപോലെ ഫുള്ളും കവർ ചെയ്ത് കെട്ടിക്കഴിഞ്ഞു. ഇനി അതിൽ എക്സസ് ആയിട്ട് നിൽക്കുന്നത് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിൽ തന്നെ ആ ഒരു തുണി വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ടൊന്ന് കെട്ടിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാ മുത്തിനെയും ഇതേപോലെ കവർ ചെയ്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതളുകൾ എടുക്കാം. എന്നിട്ട് ഈ ഒരു മുത്തിൻ്റെ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം വേണമെങ്കിൽ 5 എണ്ണം വയ്ക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ 4 എണ്ണം വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ഓരോന്നായിട്ട് വെച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൊടുക്കണം, ഒന്ന് ചുറ്റി കൊടുക്കുക, പിന്നെ അടുത്തതും കൂടി വെക്കുക. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, ഓരോ ഇതളുകളും നമ്മൾ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുത്തു. പിന്നെ എല്ലാം കൂടെ ലാസ്റ്റ് ഒന്ന് നന്നായിട്ട് നൂല് ചുറ്റിയിട്ട് നല്ല സേഫായിട്ട് കെട്ടി വയ്ക്കണം. കണ്ടില്ലേ, അപ്പോൾ അടിപൊളിയൊരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോഴാണ് കുറച്ചൊരു കൂടുതൽ ഭംഗി വന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ പൂക്കളും കൂടെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. അപ്പോൾ നല്ല ഡാർക്ക് ഇതുപോലത്തെ കളറുകളൊക്കെ ഇല്ലേ, യെല്ലോ, അതുപോലെ ഈ റെഡ്, ഓറഞ്ച്, ഇങ്ങനത്തെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളേഴ്സൊക്കെ ഷാളുകൾ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഒരു തണ്ട് ഭാഗത്ത് നമ്മുടെ ഗ്രീൻ ടേപ്പ് ഒന്ന് ഫുള്ള് ചുറ്റിയെടുക്കുകയാണേ. ഇനി നമുക്ക് എല്ലാ ഫ്ലവേഴ്സിനും ഇതേപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇനി ഇതിന് ലീഫ് വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഗ്രീൻ കളറിലുള്ള ലീഫുകൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാട്ടോ അത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്.
ഇനി നമുക്കിത് ഇതിൻ്റെ തണ്ടിനോട് ചേർത്തിട്ടൊന്ന് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പഴയ ഷാൾ വെച്ചിട്ടുള്ള അടിപൊളി പൂക്കൾ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിൽ കാണും പഴയ ഷാളൊക്കെ. അപ്പോൾ ഏതെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശനി ഞായറൊക്കെ ആകുമ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് കുട്ടികളൊക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ടുള്ള ഫ്ലവർ വേസും നമ്മുടെ ചാനലിലുണ്ട് വീഡിയോ. പഴയ ബൾബ് വെച്ചിട്ട് ഫ്യൂസായ ബൾബ് വെച്ചിട്ടുള്ളതാണത്. അപ്പോൾ അതും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്നും പറയുന്ന പോലെ പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.